പുതുതായി തെരഞ്ഞെടുത്ത ഉപരാഷ്ട്രപതിയെയും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ ജ്ഞാനേഷ് കുമാറിനെയും അയോഗ്യരാക്കാൻ സുപ്രീം കോടതിക്ക് അധികാരം ഉണ്ട് എന്നുള്ളത് മറക്കരുത് എന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ചീഫ് ജസ്റ്റിസായ BR ഗവായി വ്യക്തമായ നിലപാട് പറഞ്ഞിരിക്കുന്നത്. സുപ്രീം കോടതിയുടെ പരമാധികാരവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ രാഷ്ട്രപതിക്ക് എന്നല്ല ഇന്ത്യയിൽ ഉന്നത സ്ഥാനം അലങ്കരിക്കുന്ന ഒരു വ്യക്തിക്കും സംശയമുണ്ടാകേണ്ട കാര്യമില്ല. കാരണം സുപ്രീം കോടതി ഇന്ത്യൻ ജനതയെ പ്രതിനിധീകരിക്കുകയാണ്. ഇന്ത്യൻ ജനതയുടെ എല്ലാ ബുദ്ധിമുട്ടുകളും, പ്രത്യേകിച്ച് ഏത് രീതിയിലുള്ള തർക്കങ്ങളും, അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ നീതിന്യായ പീഠമാണ് സുപ്രീം കോടതി. സുപ്രീം കോടതിയുടെ മേൽ ഏതെങ്കിലും രീതിയിൽ അവകാശം ഹനിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം BJP സർക്കാർ നടത്തിയാൽ അതിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ജഗ്ദീപ് ധൻഖറും സുപ്രീം കോടതിയും നേർക്കുനേർ ഒരു വാക്ക് തർക്കം ഉണ്ടായ വിഷയമുണ്ടായിരുന്നു. പിന്നീട് ഇതേ സുപ്രീം കോടതിയിലെ തന്നെ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ ഇംപീച്ച്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് പിന്നീട് ജഗ്ദീപ് ധൻഖർ രാജിവെച്ച് ഒഴിയേണ്ടി വന്നത്. സുപ്രീം കോടതിയെ ന്യായീകരിക്കുവാനും സുപ്രീം കോടതിയുടെ അവകാശങ്ങൾ ശരിയാണ് എന്ന് പറയുവാനും ശ്രമിച്ച ജഗ്ദീപ് ധൻഖറിനെയാണ് BJP കറിവേപ്പില പോലെ എടുത്തു കളഞ്ഞത്. ധൻഖറിനെ സംബന്ധിച്ചിടത്തോളം BJPക്ക് വേണ്ടി സഹായം ചെയ്തു കൊടുത്തതിന് പകരമായി കിട്ടിയ സ്ഥാനങ്ങൾ മുഴുവൻ വെറും ഒറ്റ രാത്രി കൊണ്ട് ഒഴിഞ്ഞുകൊടുത്ത ആളാണ് ധൻഖർ. ഇപ്പോൾ CP രാധാകൃഷ്ണൻ ഇരിക്കുമ്പോഴും അദ്ദേഹം ഈ കാലാവധി സുഗമമായി തികക്കില്ല എന്ന് കപിൽ സിബലും അതുപോലെ തന്നെയുള്ള മുതിർന്ന പല അഭിഭാഷകരും ഉറപ്പായി പറയുന്നതിന് പിന്നിലും ചില കാരണങ്ങളുണ്ട്. ഉദാഹരണത്തിന് CP രാധാകൃഷ്ണൻ ഇനി നേരിടേണ്ടി വരുന്ന ചില ബുദ്ധിമുട്ടുകളുണ്ട്. അത് യശ്വന്ത് വർമ്മയുമായി ബന്ധപ്പെട്ട വിഷയം മാത്രമല്ല, ഒരു വ്യക്തിയെ വളരെയധികം അസ്വസ്ഥനായി സ്ഥാനമൊഴിയേണ്ടി വന്ന ഒരു സാഹചര്യം, അത് ജഗ്ദീപ് ധൻഖറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളിൽ ഒന്നായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞ ഒരു കാര്യമാണ്. ജഗ്ദീപ് ധൻഖർ പത്രസമ്മേളനം വിളിച്ചു വരുത്തി മാധ്യമങ്ങളുടെ മുമ്പിൽ വളരെ വിശദമായി സംസാരിക്കുവാൻ തയ്യാറായി വന്നതാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ജീവന് വരെ ഭീഷണി ഉണ്ടാകുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും വന്നു എന്നുള്ളത് പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട്. CP രാധാകൃഷ്ണൻ്റെ ഗുണ്ടായിസമൊന്നും പാർലമെൻറ്റിൽ ചെലവാകുകയില്ല എന്നുകൂടി കോൺഗ്രസ് നേതൃത്വം ഉറപ്പിച്ചു പറയുകയാണ്. രാജ്യസഭയിൽ BJPക്ക് ഇപ്പോഴും കേവല ഭൂരിപക്ഷമില്ല. ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുവാൻ വേണ്ടി CP രാധാകൃഷ്ണനെ വലിയ തോതിൽ ഉപയോഗിച്ച് കളയാമെന്നതാണ് BJPയുടെ നയമെങ്കിൽ അതിനെ തടുക്കുവാനുള്ള പ്രാപ്തി സുപ്രീം കോടതിക്കുണ്ട് എന്നുകൂടി ഇന്ത്യ മുന്നണി പറഞ്ഞു വെക്കുന്നുണ്ട്. ഇന്ത്യ മുന്നണിയുടെയും സുപ്രീം കോടതിയുടെയും ലക്ഷ്യം ഒന്ന് തന്നെയാണ്: രാക്ഷസരെ താഴെ ഇറക്കുക എന്നുള്ളത്.